പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമ്മൾ നേരെ പോകുന്നത് അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിലേക്കാണ്. നമുക്കറിയാവുന്നതുപോലെ അവിടെ ഇനിയും നമുക്ക് അജ്ഞാതമായിട്ടുള്ളത് എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് ഈ ദുരന്തത്തിൻ്റെ കാരണം എന്നുള്ളതാണ്. പക്ഷേ അതിലും സങ്കടകരമായ ഒരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ്. ഇതുവരെ മരിച്ചവരുടെ എണ്ണം 274 ഉയർന്നിരിക്കുന്നു. ഇന്നലെ 5 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. മരിച്ച പ്രദേശവാസികളിൽ ഒരു ഗർഭിണിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് ദൗത്യസംഘത്തിന്റെ നിഗമനം. മരിച്ച രഞ്ജിതയുടെ DNA പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും എന്നാണ് പ്രതീക്ഷ. രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ തുടരുന്നുണ്ട്. പരിശോധനയ്ക്കു ശേഷം അദ്ദേഹം മൃതദേഹവും ഏറ്റുവാങ്ങും. അഹമ്മദാബാദിൽ നിന്നും ശരത് ലാൽ ചേരുന്നുണ്ട് നമുക്കൊപ്പം. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഈ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളത് ആശങ്കാജനമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ വേണം. ഇപ്പോൾ അവിടെ നടക്കുന്ന പരിശോധനകൾ, തിരച്ചിലുകൾ, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇന്നലെ ഒരുപാട് അന്വേഷണ ഏജൻസികളൊക്കെ ആ ദുരന്ത ഭൂമിയിൽ എത്തിയിരുന്നു. അവിടെ നിന്ന് ഈ സംഘാംഗങ്ങളുമായി സംസാരിക്കുന്നതും വിവരശേഖരണം നടത്തിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് നടക്കാനുള്ളത് അവിടെ, ശരത്ത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഇന്നും തിരച്ചിൽ തുടരുന്നു എന്ന് തന്നെയാണ്. ഇന്ന് പുലർച്ചയ്ക്ക് വീണ്ടും തിരച്ചിൽ 4 മണിയോട് തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രി വരെ തിരച്ചിലുണ്ടായിരുന്നു. കൂടുതൽ പേർ ഈ ഹോസ്റ്റൽ 4 അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് തന്നെയാണ് തിരച്ചിൽ സംഘത്തിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെയാണ് തിരച്ചിൽ തുടരുന്നത്. വളരെ ദയനീയമായ കാഴ്ചകളാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ആശുപത്രിയിലും അതുപോലെ പോലീസ് സ്റ്റേഷനിലും കാണാതായവരുടെ ബന്ധുക്കൾ അലമുറയിടുന്ന അല്ലെങ്കിൽ സ്വന്തം അന്വേഷിച്ചു കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ഈ അവശിഷ്ടങ്ങളിൽ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് തെരച്ചിൽ സംഘത്തിന്റെ പ്രതീക്ഷ. ഇന്നലെ 5 മൃതദേഹങ്ങളാണ് കിട്ടിയത്. അതിൽ ഒന്ന് റെസിഡൻസ് ഡോക്ടറുടെ ഭാര്യയുടെ ന്യൂറോളജിക്കൽ PG ചെയ്യുന്ന ഡോക്ടറുടെ ഭാര്യയുടേതാണ്. അതുപോലെ തന്നെ ഈ തൊട്ടടുത്തുള്ള ഒരു പ്രദേശവാസിയായ ഗർഭിണിയുടേതാണ്. ഈ 2 മൃതദേഹങ്ങളും ഇന്നലെ തിരിച്ചറിഞ്ഞിരുന്നു. ഇതുകൂടെ 4 ഡോക്ടർമാരുടെ മൃതദേഹങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. 20 ഡോക്ടർമാരുടെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കാനുള്ളത്. അതിൽ 5 പേരുടെ വിവരങ്ങളാണ് ഇന്നലെ ലഭിച്ചത്. 5 പേരുടെയും ബന്ധുക്കൾ അവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ 319 മൃതദേഹ അവശിഷ്ടങ്ങളാണ് ലഭിച്ചത് എന്നാണ് ഫോറൻസിക് വിഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മരണസംഖ്യ ഉയർന്നേക്കാം എന്നൊരു ഭയപ്പാടിലാണ് ഗുജറാത്ത് അധികൃതരും അതേപോലെ തന്നെ സിവിൽ വ്യോമ മന്ത്രാലയം. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തമായി ഇതോടുകൂടി അഹമ്മദാബാദ് ദുരന്തം മാറിയിരിക്കുകയാണ്. വിമാനത്തിലെ 241 യാത്രക്കാർക്ക് പുറമെ യാത്രക്കാർ ക്രൂ അടക്കമുള്ളവർക്ക് പുറമെ പ്രദേശവാസികളുടെ മരണസംഖ്യ ഉയരുന്നു എന്നതാണ് ഇതിന് വേദനാജനകം. അഹമ്മദാബാദ് വിമാന ദുരന്തം, അതിൽ മരണസംഖ്യ ഉയരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ആ വിമാനത്തിലുണ്ടായിരുന്നവർ 242 പേരിൽ 241 പേരും മരണപ്പെട്ടു എന്നതിനപ്പുറം ജനവാസ മേഖലയിൽ തകർന്നു വീണ ഈ വിമാനം അവിടെ സാധാരണക്കാരുടെ ജീവൻ പോയിട്ടുണ്ട്. അങ്ങനെ മരണസംഖ്യ കൂടുതൽ ഉയരുകയാണ്. ഒപ്പം തന്നെ അവിടെ അപകട കാരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും തുടരുകയാണ്. ശരത് ലാലാണ് അഹമ്മദാബാദിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.